ഹായ് ഓൾ, കീം 2024 ഈ വർഷം തൊട്ടിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ഇയർ വരെ 2 പേപ്പേഴ്സ് ആയിരുന്നു, ഫിസിക്സ് കെമിസ്ട്രി ഒരു പേപ്പറും മാത്സ് ഒരു പേപ്പറും. പക്ഷെ ഈ വർഷം തൊട്ടിട്ട് ഒരു സിംഗിൾ പേപ്പർ ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ സബ്ജക്ട് വെയിറ്റേജ് എന്ന് പറയുന്നത് 5:3:2 ആണ്. 75 ക്വസ്റ്റ്യൻസ് ഫ്രം മാത്സ്, 45 ഫ്രം ഫിസിക്സ് ആൻഡ് 30 ഫ്രം കെമിസ്ട്രി ആണ്. സോ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇതിന്റെ സിലബസ്, അപ്ഡേറ്റഡ് സിലബസ് കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് നോക്കിയിട്ട് നിങ്ങൾ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യുക. നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് യു ഹാവ് 25 ഡേയ്സ് ഫ്രം നൗ. പിന്നെ അബൌട്ട് എക്സാം ഡേറ്റ് ആണ്. കീം 2024 എക്സാം ഡേറ്റ് ഇസ് ഫ്രം ജൂൺ 5th ടു ജൂൺ 9th വരെയാണ്. എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ജൂൺ 5th ടു ജൂൺ 9th 10 AM ടു 1 PM വരെയാണ് നിങ്ങളുടെ എക്സാം ടൈം. നിങ്ങൾ എക്സാം ഹാളിൽ എത്തേണ്ട ടൈം എന്ന് പറയുന്നത് 7:30 AM ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടാകും ഏതാ നിങ്ങളുടെ ഡേറ്റ് എന്ന്. ആ ഡേറ്റിനാണ് നിങ്ങൾ പോകേണ്ടത്, അല്ലാണ്ട് എല്ലാ ദിവസവും പോകണം എന്നല്ല. നിങ്ങളുടെ ഡേറ്റ്, നിങ്ങളുടെ എക്സാമിന്റെ ഡേറ്റും ടൈമും നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പോവുക. ഓക്കെ, 5 to 9 എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്നല്ല, 5 to 9 ഉള്ളിൽ ഒരു ദിവസമായിരിക്കും നിങ്ങളുടെ എക്സാം ഉണ്ടാവുക. ഇനി അബൌട്ട് ഫാർമസി ആണ്. ഫാർമസി ആണെങ്കിൽ ഇറ്റ് ഇസ് ഓൺ ജൂൺ 9th 3:30 PM ടു 5 PM വരെയാണ്. നിങ്ങൾ എക്സാം ഹാളിൽ എത്തേണ്ട ടൈം എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ടൈമേഴ്സ് ഫ്രം 1 PM ആണ്. 1 PM ആകുമ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അബൌട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും എക്സാം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയിട്ട് അതർ എക്സാം ഡീറ്റെയിൽസിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ആഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 13/5/2024, അതായത് May 13, 2024 6 PM വരെയാണ്. അതിന്റെ മുന്നേ നിങ്ങൾ അപേക്ഷ തീർക്കണം. അതിനുശേഷം, അതായത് ലേറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഓക്കെ, പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ റെക്ടിഫൈ ചെയ്യാനുള്ള ടൈമാണ്. ഇപ്പം നിങ്ങൾക്ക് കറക്ഷൻസ് ഉണ്ടെങ്കിൽ തിരുത്താനുള്ള ടൈമാണ്. നിങ്ങളുടെ പേര്, ഫോട്ടോ, അതുപോലെ സിഗ്നേച്ചറിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീമിൻ്റെ വെബ്സൈറ്റിലോട്ട് മെയിൽ അയക്കാം, അവരെ ഇൻഫോം ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസ് കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. ആൻഡ് റെക്ടിഫൈ എന്ന അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നതും 13/5/2024 6 PM ആണ്. അപ്പോൾ ഇതും May 13 മുന്നേ നിങ്ങൾ റെക്ടിഫൈ ചെയ്തിരിക്കണം. പിന്നെ ഇപ്പോൾ ഇന്ന് തൊട്ടിട്ട് നിങ്ങൾക്ക് 25 ഡേയ്സ് ഉണ്ട് എന്തിന്, കീമിന്. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. കീം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും മറ്റു എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി കോളേജുകളിലൊക്കെ കിട്ടാൻ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഹാർഡ് വർക്ക് മതി, ചെറിയ ഹാർഡ് വർക്ക് മതി. നിങ്ങൾക്ക് എന്തായാലും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ നല്ലൊരു സീറ്റ് കിട്ടുന്നതാണ്. സോ വർക്ക് ഹാർഡ്. പിന്നെ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കാം. കീമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. സിമ്പിൾ ആണ്. അത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഓക്കെ, നന്നായിട്ട് വർക്ക് ചെയ്യുക, ഡ്രിങ്ക് വാട്ടർ വെൽ. പിന്നെ എന്താ വെച്ചാൽ എല്ലാ സിലബസും കവർ ചെയ്ത് പോവുക. That's all. Thank you.